ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിലെ ഡെവലപ്മെൻറ്റ് അതേപോലെ ഇന്ത്യയിൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില നിർണായക മാറ്റങ്ങൾ, അങ്ങനെ രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹമാസിൻ്റെ ലീഡേഴ്സ് അവരുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോ റെസ്പോൺസ് ഫ്രം ഹമാസ് ലീഡേഴ്സ്. പ്രത്യേകിച്ച് ഹമാസിൻ്റെ ലൂട്ടിങ്, ഗാസയ്ക്കുള്ളിൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ, ആ വണ്ടികളെല്ലാം തന്നെ ലൂട്ട് ചെയ്ത് പോകുന്ന ചിത്രങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ആഗോളതലത്തിൽ ഇപ്പം സംഭവിക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ ഒരു മാധ്യമം ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻ്ററി തന്നെ അവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ആഗോളതലത്തിൽ ഒരു ഗ്ലോബൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ആ വിഷയത്തിൽ. ഈ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൂട്ടിങ് അത് തുടരാൻ പാടില്ല എന്നാണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നല്ല പല അറബ് രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ ഇപ്പോഴെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇസ്രായേലിൻ്റെ വിജയം എന്ന് പറയുന്നതിലുപരിയായിട്ട്, അതായത് ഹമാസിൻ്റെ ലൂട്ടിങ് ഇപ്പം കുറച്ചൊക്കെ അറബ് രാജ്യങ്ങൾ അതിനെ തുറന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് യുണൈറ്റഡ് നേഷൻസിലും അതേപോലെ നെസറ്റിലും ഈ UN-ൻ്റെ സാധനങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇസ്രായേൽ എൻവോയ് UN-ൽ ചോദിച്ചിട്ടുണ്ട്. 2 പിക്ചറും കാണിച്ചുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. ഇത്ര സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്, ഇത് മാസങ്ങളോളം കെട്ടിക്കിടക്കുന്നുണ്ട്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിങ്ങനെ പതുക്കി വെച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ സൈഡിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളിപ്പം എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയ്ഡ് എന്നുള്ള വിഷയം കൂടി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുപോലെ 2 വിഷയങ്ങൾ, ഒന്ന് പാരീസ്, ഇനി ഒന്ന് UK. ഈ 2 രാജ്യങ്ങൾക്കെതിരെയും ഇസ്രായേൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. പറഞ്ഞത് UKക്ക് പാലസ്തീനിയൻ സ്റ്റേറ്റ് UK-യിൽ സ്ഥാപിക്കാം, അതുപോലെ പാരീസിന് വേണമെങ്കിൽ ഗാസൻസിനെ വേണമെങ്കിൽ പാരീസിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആ രീതിയിൽ അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാം. പിന്നെ വെറുതെ ഗാസയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന കണക്കുള്ള ഡയലോഗൊന്നും വേണ്ടല്ലോ. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പാരീസിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അതേപോലെ UK പാലസ്തീൻ സ്റ്റേറ്റ് UK-യിൽ തന്നെ നിങ്ങൾ സ്ഥാപിച്ചോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഒരു വീഡിയോ പങ്കുവെക്കുന്നുണ്ട്. ആ വീഡിയോയിൽ ഗാസയിൽ എയ്ഡ് മേടിക്കുന്നുണ്ട് ആൾക്കാർ. എയ്ഡ് മേടിച്ചിട്ട് അവിടെ ഈ ന്യൂട്ടല്ല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ് പോലത്തെ സാധനം, അത് ഈ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്ന ഒരുതരം ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന സാധനമാണ് ഈ ന്യൂട്ടല്ല. അപ്പോൾ ഈ ന്യൂട്ടല്ല എന്ന് പറഞ്ഞ സാധനം അവർക്ക് ഭയങ്കര താല്പര്യമുള്ള സാധനമാണ്. അപ്പോൾ അത് എക്സ്പെൻസീവാണ്. അപ്പം ന്യൂട്ടല്ല, ഷുഗർ, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീറ്റ് ഫ്ലോർ, അതായത് മാവ്, ഈ റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി 10-15 കിലോ വരുന്ന വെയിറ്റ് വരുന്ന ഭാരമുള്ള ചാക്കിലാണ് ഈ ഒരു മാവ് കൊടുക്കുന്നത്. ഈ മാവ് തറയിൽ തട്ടി കളഞ്ഞിട്ട് ആ ചാക്ക് എംറ്റി ആക്കുകയാണ്. ഈ ചാക്ക് എംറ്റി ആക്കുന്നത് എന്തിനാണ്? ഈ ന്യൂട്ടല്ല ബോക്സുകളും ഷുഗർ എല്ലാം തന്നെ അതിനകത്ത് പിറക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് ഇവരുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം ഈ സ്ത്രീകളെല്ലാം പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ 8 കുട്ടികളുണ്ട്, എൻ്റെ വീട്ടിൽ 10 കുട്ടികളുണ്ട്, എൻ്റെ വീട്ടിൽ 15 കുട്ടികളുണ്ട് എന്നുള്ളതാണ്. ശരി, ഓക്കെ, പൂവർട്ടിയിലുള്ള ഈ ഒരു ജനസംഖ്യ വർധനവ് എനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ആ രീതിയിൽ വേണം പെരുമാറാൻ. എനിവേ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഒപ്പീനിയനായിട്ട് ആൾക്കാർ കരുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഫാക്റ്റാണ്. ഒരു വീട്ടിൽ ഈ ഒരു ദാരിദ്ര്യത്തിനിടയിൽ, ഈ ഒരു ദാരിദ്ര്യം, അതിൻ്റെ ഇടയിൽ 10-15 കുട്ടികളെന്നൊക്കെ ഇങ്ങ് പറയുകയാണ്. എനിവേ, അത് അവരുടെ കൾച്ചർ, ആ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ഈ കൊടുക്കുന്ന ഈ മാവ് ഇതിനെ തറയിൽ തട്ടിക്കളഞ്ഞിട്ട് ഈ ചാക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ഈ ന്യൂട്ടല്ല, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ന്യൂട്ടല്ല വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ അതാണ് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നത്, ഈ ന്യൂട്ടല്ല ബോക്സ് ഒരെണ്ണം വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലോർ തട്ടിക്കളഞ്ഞിട്ട് ന്യൂട്ടല്ല ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ന്യൂട്ടല്ല വിറ്റ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഗാസയ്ക്കുള്ളിൽ മാവ് മേടിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ മാവ് തട്ടിക്കളയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി ഇതൊക്കെ സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന വിഷയങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് റഫായിൽ ഇന്ന് സ്റ്റീവ് വിറ്റ്കോഫ് സന്ദർശിക്കുന്നുണ്ട്. റഫ ഭാഗത്ത് GHF, ഗാസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്ന ആ സംഘടനയുടെ സ്ഥലം ഇന്ന് സ്റ്റീവ് വിറ്റ്കോഫ് സന്ദർശിക്കുന്നു. അതിൻ്റെ നിലവാരങ്ങൾ എങ്ങനെയാണ്, ഇവിടെ എയ്ഡൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നോർത്തേൺ ഗാസ ഭാഗത്ത് കൂടുതൽ എയ്ഡ് വിതരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇപ്പുറത്ത് GHFൻ്റെ സൈഡിൽ സ്റ്റീവ് വിറ്റ്കോഫ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങളൊക്കെ കുറച്ച് നിയന്ത്രണ വിധേയമായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എയ്ഡ് ഇന്ന് കൊടുക്കുന്നത് നോർത്തേൺ ഗാസ ഭാഗത്താണ്. നോർത്തേൺ ഗാസ ഭാഗത്തുള്ള ആൾക്കാർ എയ്ഡൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് ഫൂട്ടേജസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ രാത്രി ഒരെണ്ണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ നോ കോൺടാക്റ്റ് ആണ്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വി കാണ്ട് നെഗോഷിയേറ്റ്. അവരെന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതിന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്
വി കാണ്ട് നെഗോഷിയേറ്റ് വിത്ത് ഹംഗ്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് വിശന്ന് വലഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ നെഗോസിയേഷനിൽ നിന്നും അവർ പിന്മാറിയിരിക്കുന്നത് ഒരു പ്രതിഷേധമായിട്ടാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ അവർ ഒളിച്ചോടിപ്പോയതായിട്ടല്ല അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രസൻസ് അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ അവർ ഈ നെഗോസിയേഷന് താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന IDF ഗാസയ്ക്കുള്ളിൽ വിവിധ ഏരിയകൾ, അതായത് ഇതിനു മുമ്പ് ഒരു മേജർ ഏരിയ, ഒരു ഓൾമോസ്റ്റ് 60 to 65-70% IDFിൻ്റെ കൺട്രോളാണെങ്കിലും ബാക്കിയുള്ളൊരു 30% മാത്രമാണ് ഗാസയിൽ, ചെറുതായിട്ട് സെൻട്രൽ ഗാസ ഏരിയ, അത് മാത്രമാണ് കുറച്ച് ഫ്രീ ആയിട്ട് വിട്ടിരുന്നത്. ആ ഏരിയക്കുള്ളിൽ തന്നെയും പല മേഖലകളിൽ IDF കൺട്രോളിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ശരിക്കും ഗാസയെക്കുറിച്ചുള്ള അനക്സിയേഷൻ ടോക്ക്, അതായത് ഗാസയെ ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതാണ്. Hundreds of Israelis, many waving orange Gush Katif flags, marched from Sderot to a Gaza border lookout point on Wednesday, calling for the return of Jewish settlements to the war-torn territory. The rally was organized by the Nahala settlement movement, whose leader Daniela Weiss says she has over 1,000 families ready to move into Gaza if the government gives the green light. Supporters say re-establishing communities in the Strip would be a way to secure Israel's southern border and to eliminate Hamas. We want to go back. We were thrown out. It was a travesty. It was a terrible mistake of the Israeli government, and we paid for it very dearly. On October 7th, we are waiting for the green light from the Israeli government to be able to come back in and settle in Gaza. The push comes as 22 coalition members, including 6 ministers, sent a letter to Defense Minister Israel Katz. ഇറാൻ്റെ ഉള്ളിൽ ഒരു മോക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രംപിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഈ ഇറാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ട്രംപ് ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചത്. ട്രംപിൻ്റെ ഒരു അവസ്ഥയെ, അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇൻ്റർനെറ്റിൽ വൈറലായിട്ട്. ഇറാൻ്റെ ഓരോ കോമഡികളെ അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റാത്തൊക്കെ അവർ ജസ്റ്റ് ഇങ്ങനെ മോക്കിംഗ് ചെയ്ത് കാണിക്കുകയാണ്. പിന്നെ ഈ ഹമാസിനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ ഭയങ്കര കോമഡിയാണ് ഇവർ രഹസ്യമായിട്ടുള്ള ചില റൂട്ടുകളൊക്കെ ഇവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില റൂട്ടുകളൊക്കെ ഇസ്രായേൽ കൃത്യമായിട്ട് IDF ഡ്രോൺ വഴി ഫൂട്ടേജ് പകർത്തി ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് കൃത്യമായി ഇതൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഈ RPG, ഈ റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഈ ഐറ്റംസ് ഒക്കെ കൊണ്ട് ഇവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള ഈ റോക്കറ്റ് ലോഞ്ചേഴ്സിന് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഫൈനൽ ഡിഫ്യൂസർ, ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ആ ഭാഗത്തോട്ട് കയറി പോകുന്നത്. അതായത് ഇവർ ഈ ബിൽഡിംഗ് റബിൾസിലും ഇതേപോലെ ചെറിയ കുന്നുകളിലൊക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീമുകൾ പോകുന്നത്. ഞാൻ 20-21 ആൾക്കാരെ ഇങ്ങനത്തെ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ഷിൻബെറ്റ് ഇൻ്റലിജൻസ്. ആ സമയത്ത് ഇത് ഓൺലി സർവൈലൻസ് ഡ്രോണിലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആക്രമണങ്ങളൊന്നും തന്നെ നടത്തിയില്ല. പക്ഷേ പിന്നീട് ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ ഡിറ്റക്ട് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ സ്കെച്ച് ഇടുന്ന ഒരു രംഗമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവർ കറക്റ്റ് സ്കെച്ച് ഇട്ട് കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്നുള്ളത്, അതായത് കൃത്യമായിട്ട് നിങ്ങൾ ആ വീഡിയോ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവർ ആ വെടിമരുന്നൊക്കെ ഇവർ ആ ബോക്സിൽ നിറച്ച് വെടിമരുന്ന് ബോക്സൊക്കെ ഇവർ ഒളിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയും. കാരണം അത്രമാത്രം പേടിച്ചിട്ട് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അവർ വളരെ സെക്യൂറായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അത് സെക്യൂർ അല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഓൾറെഡി എക്സ്പോസ് ആയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലത്തെ മണ്ടത്തരങ്ങളാണ് ഹമാസിലുള്ള പലരും ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെ തന്നെയാണ് അവർ കൃത്യമായിട്ട് IDFിൻ്റെ കണ്ണിലേക്ക് പെടുന്നതും. ഇപ്പോൾ ഈ ഒരു ഡ്രോൺ ശരിക്കും അറ്റാക്കിംഗ് പവറുള്ള ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീർത്ത് കളഞ്ഞേനെ, ഉറപ്പാണ്. ഇവരുടെ ഫുൾ ലോജിസ്റ്റിക് റൂട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ പൂർണ്ണമായിട്ടും മോണിറ്റർ ചെയ്യുന്നതായിട്ടാണ് ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. അതായത് ഇത് കംപ്ലീറ്റ് സർവൈലൻസിന് വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുകയാണ്. അവരവരുടേതായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. അവരറിയാതെ ഇസ്രായേൽ ഇൻ്റലിജൻസ് മോണിറ്റർ ചെയ്ത് ഇവരുടെ റൂട്ട് കണ്ടെത്തുകയാണ്, ലോജിസ്റ്റിക് റൂട്ട്. എങ്ങനെയാണ് ഇവർ വെപ്പണൊക്കെ കൊണ്ടുവരുന്നത്, എതിലെയാണ് ഇവർ വരുന്നത്, എന്താണ് ഇവരുടെ പ്ലാൻ, എവിടെയൊക്കെ ഇവർ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്, പുതിയ ടണലുകൾ എവിടെയൊക്കെ നിർമ്മിച്ച് എവിടെയൊക്കെ ഇവർ മാളങ്ങളിൽ പൊത്തുകളിലൊക്കെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഇവരെ ഫോളോ ചെയ്യുന്നത്. ശരിക്കും ഹമാസ് തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ 25% താരിഫ് ഇന്ത്യക്ക് അപ്ലൈ ചെയ്തല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ചില മാറ്റം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും
ഇന്ത്യക്കുള്ളിൽ ഏതാണ്ട് $600 മില്യൺ വർത്ത് വരുന്ന വിഡ്രോവൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഫോറിൻ ഫണ്ട് ഇന്ത്യയിൽ നിന്നും 600 മില്യണോളം വിഡ്രോവൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 30 മുതൽ ഇന്ന് ഈ മൊമെൻറ്റ് വരെയുള്ള ഒരു കണക്കാണ് 600 മില്യൺ. ഇനി എത്ര ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഫോറിൻ ഫണ്ടുകൾ പിൻവലിക്കപ്പെടും എന്നുള്ളത് നമുക്ക് അറിയാത്ത കാര്യമാണ്. ഇതുകൊണ്ട് നമ്മൾ വലിയ തോതിൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സംഭവിക്കും. ഇതൊരു ഒരു 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 വോളറ്റൈലിറ്റി, ഒരു അൺസർട്ടനിറ്റിയൊക്കെ സംഭവിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. ചൈനയ്ക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്രമാത്രം ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കൂടുതൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൊമസ്റ്റിക്കലി ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം. അത് ഒരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇന്ത്യക്കുള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന 2-3 ഇൻഡസ്ട്രികൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയൊക്കെ ഇപ്പം ഒരു 1 മില്യൻ്റെ പ്രോഡക്റ്റാണ് അമേരിക്കയിലോട്ട് നമ്മൾ കയറ്റി അയക്കുന്നെങ്കിൽ, ഇപ്പോൾ അമേരിക്കയിൽ 1 മില്യൺ കൊടുത്താണ് ആ ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ലെങ്കിൽ 1 മില്യൺ ഇല്ലെങ്കിൽ 1.1 മില്യൺ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി 1.25 മില്യൺ കൊടുത്തിട്ട് ക്ലിയറൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 0.25 മില്യൻ്റെ ആ വർധനവ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അമേരിക്കയുടെ ഉള്ളിൽ വിലവർധന ഉണ്ടാക്കും. അതുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അവിടെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ഇന്ത്യക്കുള്ളിൽ എക്സ്പോർട്ട് റേഷ്യോ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ രീതിയിലുള്ള ഇമ്പാക്റ്റിൽ ഇന്ത്യക്കുള്ളിലുള്ള ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ വളരെയധികം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മൾ മുൻകൂട്ടി നോക്കി കാണേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞിട്ട് തകർന്നടിഞ്ഞ് പോവുകയൊന്നുമില്ല. കാരണം മറ്റുള്ള ഇതര മേഖലകളുണ്ട്. അമേരിക്ക മാത്രമല്ല ഇന്ത്യയുടെ മാർക്കറ്റ്. അതാണ് നമ്മളുടെ പ്രതീക്ഷ. അപ്പോൾ അതിലോട്ട് ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു 4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിലുള്ള ഒരു ഇടിവ് ഇന്ത്യക്കുള്ളിൽ രേഖപ്പെടുത്തത്തില്ല. പക്ഷേ എന്നാലും എക്സ്പോർട്ട് ബിസിനസ്സിൽ ഇടപെട്ടിരിക്കുന്ന ഇന്ത്യക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ അതുപോലെ സൂറത്ത്, തിരുപ്പൂർ, അതുപോലത്തെ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്കും ഇതേ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യതയല്ല, ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മുൻകരുതൽ എടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷനൊന്നും വേണ്ട, ഉണ്ടാകും. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എഞ്ചിനീയറിംഗ് മേഖലയിൽ, ടെക്നോളജിക്കൽ മേഖലയിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ചില ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എക്സ്പോർട്ട് ബിസിനസ്സിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തെങ്കിലും ഇന്ന് രാവിലെ നമ്മൾ ഓപ്പൺ ചെയ്ത സമയത്ത് US ഡോളറും ഇന്ത്യൻ കറൻസിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 87 അടുപ്പിച്ചാണ് നമ്മൾ തുറന്നത്. ഇപ്പോഴും ഇന്ത്യൻ കറൻസി കുറച്ചുകൂടെ താഴോട്ട് പോയിട്ടുണ്ട്. 87.47 എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നുള്ളൊരു മൂല്യത്തിലാണ് ഇപ്പം നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ത്രൂ ഔട്ട് നോക്കുമ്പോഴത്തേക്കും. പക്ഷേ ഇത് വൈകാതെ തന്നെ ഇത് സ്റ്റേബിളായിട്ട് തിരിച്ച് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒട്ടും അങ്ങനെ പേടിച്ച് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അപ്സും ഡൗണും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പം തീർച്ചയായിട്ടും ഈ ഒരു 25% താരിഫ് അമേരിക്കയുടെ ഒരു പ്രഷർ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഇത് തിരിച്ചു വരും, അതിൽ യാതൊരു മാറ്റമില്ല. നമ്മൾ ഇന്ത്യൻ ഗ്രോത്ത് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായിട്ടും അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മളുടെ മറ്റൊരു ചാനലായിട്ടുള്ള ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് നമുക്ക്. ആ ചാനലിലാണ് നമ്മൾ കൂടുതൽ ഇതുപോലത്തെ വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.